ഇതാണ് ക്യാമറ. ക്യാമറ ഉണ്ട്. അതൊക്കെ വേണ്ടേ? ഇവിടെ എന്തുവാ സംഭവം? ഇതെല്ലാം എന്തുവാണ്? ബോള് വീർപ്പിക്കണം. എനിക്ക് പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തോ എമർജൻസി കുഞ്ഞിന്റെ അത് ബേബി ലോഷന്. എന്നാ നിന്റെയാടാ, അവനെടുത്തോട്ട് തന്നാ. ഇത് നിന്റെയാ. പിടിക്കെന്നും പറഞ്ഞ തന്നെയല്ല, തന്നേ അമ്മയ്ക്ക് തന്നേ. മേത്ത് തേക്കുന്നയാന്ന്. കുഞ്ഞോ കഴിഞ്ഞ ദിവസത്തെ ലോങ് വീഡിയോയുടെ ബാക്കിയാട്ടോ. ആങ്ങളെ വന്ന കാര്യം അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാം കൂടി ഒരു വീഡിയോ ആക്കിയാൽ ഒത്തിരി ലോങ് ആയിപ്പോവും. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഒരു പാർട്ട് ഇടാം എന്ന് ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഓരോ പ്രവാസിയും അവരവരുടെ വരുമാനത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളുമായിട്ടാണല്ലോ നാട്ടിലേക്ക് എത്തുന്നത്. അവരെ കാത്ത് ഇവിടെ ഇരിക്കുന്നവരുടെ മുഖം അവർക്കങ്ങനെ മറക്കാനൊന്നും പറ്റൂലല്ലോ. അവനെ സംബന്ധിച്ച് അവനൊരു മുഴുത്ത വണ്ടിഭ്രാന്തനാണ്. അപ്പോൾ ചെറുപ്പത്തിൽ ഇതൊക്കെ ആഗ്രഹിച്ചിട്ട് അങ്ങനെ കിട്ടിയിട്ടുമില്ല. അപ്പോൾ പിന്നെ ആ സങ്കടമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് തീർക്കും. അങ്ങനെ എല്ലാവർക്കും അവരവരുടെ പങ്കൊക്കെ കിട്ടി. അതൊക്കെ വാങ്ങിച്ചു. ഇനി നേരെ വീട്ടിലോട്ട് പോവാട്ടോ. പിന്നെ ഈ ക്യാമറ ജാനിക്കുട്ടി മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചതാണ്. ചെന്നപ്പോൾ മുതൽ അതിനകത്ത് ഫോട്ടോ എടുപ്പായിരുന്നു അവരുടെ പ്രധാന പരിപാടി. അത് കഴിഞ്ഞതേ ആങ്ങളെ ആദ്യമായിട്ട് അവൻ്റെ വീട്ടിലോട്ട് വരുവാണ്. വീട് വെച്ചണക്കെ ഒന്നും അവൻ കണ്ടിട്ടില്ലല്ലോ. ആദ്യമായിട്ടാണ് വീട് കാണുന്നത് നേരിട്ട്. അപ്പോൾ എന്താ പറയുന്നത്, വലിയ സന്തോഷമാണ്. ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു വീട്ടിൽ നിന്നാണ് അവൻ അങ്ങോട്ട് പോയത്. തിരിച്ച് ഇങ്ങനെ ഒരു കെട്ടുറപ്പുള്ള വീട്ടിലേക്ക് വരിക എന്ന് പറയുന്നത് ദൈവാനുഗ്രഹമാണ്. വീട് പണിയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും ഞാൻ അന്നത്തെയൊക്കെ വീഡിയോയിൽ എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പഞ്ചായത്തിൻ്റെ വീട് അനുവദിച്ച ആ വർഷം നമുക്കത് കൈപ്പറ്റിയിട്ടുമില്ല. വീട് വെക്കാനുള്ള നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഇല്ലാഞ്ഞതുകൊണ്ട് നമ്മളത് വാങ്ങിച്ചിട്ടില്ലായിരുന്നു. പുഴുങ്ങണോ? ഇന്ന് പുഴുങ്ങണോ? തിന്നുവോ? കഴിക്കുവോ? പുഴുങ്ങിയ കഴിക്കുവോ ഇന്ന്? എട്. അങ്ങനെ നമ്മൾ എന്തായാലും അന്ന് രണ്ടും കൽപ്പിച്ചങ്ങോട്ട് ഇറങ്ങി. ആ വീട് പണിയൊക്കെ കഴിഞ്ഞു. അവിടുന്ന് പിന്നെ എന്തേ നേരെ ഇങ്ങോട്ട് പോരുന്നു. ഇതിനെപ്പറ്റി പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എനിക്ക്. തുറന്നില്ലയോ? ഒരാൾക്ക് ഒരുവിധം ഒരു കിടക്കാടം ഉണ്ടായപ്പം അടുത്ത ആളെ ദേ വലിച്ചെറിഞ്ഞ പോലെ വെളിയിൽ ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ നമ്മളും കുറേ പ്രയാസപ്പെട്ടു, വിഷമിച്ചു. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു സംഭവമായിരുന്നു കിടക്കാടം നഷ്ടപ്പെടുമെന്നുള്ളത്. എന്തായാലും ദൈവം കൈവിടാഞ്ഞതുകൊണ്ട് നമ്മൾ ഇവിടെ വരെ എത്തി. ഞാൻ എന്റെ താഴെ ഒക്കെ എടുത്തിട്ട്
2026 ജനുവരി 10-ാം തീയതിയാണ് നമ്മൾ സ്വന്തമെന്ന് കരുതി ജീവിച്ചിടത്തു നിന്നും വാടക വീട്ടിലേക്ക് മാറിയത്. അന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞായിരുന്നു, അടുത്ത ജനുവരിക്ക് മുമ്പേ എവിടെയെങ്കിലും ദൈവം എനിക്കൊരിടം കണ്ടെത്തി തരുമെന്നുള്ളത്. ജനുവരി വരെയൊന്നും കാത്തില്ല, വെറും 3-4 മാസത്തിനുള്ളിലാണ് ദൈവം ഞങ്ങളെ ഈ ഒരിടത്തിലേക്ക് എത്തിച്ചത്. ദൈവത്തിൻ്റെ കരുണയെന്നല്ലാതെ ഇതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. എന്തായാലും എൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അവൻ ഓരോ രീതിയിലും അറിയുന്നുണ്ടെങ്കിലും അവൻ തിരിച്ച് നാട്ടിലെത്തുന്നതിന് മുമ്പേ എനിക്കൊരു ഇടം ഉണ്ടായി എന്നുള്ളത് എങ്ങനെയാണൊരു സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് ഇപ്പോഴും എനിക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല പ്രിയങ്ങളെ. അത്രയും വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായത്. പിന്നെ ഒരുപാട് പേര് ആങ്ങളെ ഒരുപാട് ക്ഷീണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ വെയിറ്റ് കുറച്ചതാട്ടോ. വെയിറ്റ് കുറച്ചു, അതിൻ്റെ കൂടെ ആ മുടിയുടെ സ്റ്റൈലൊക്കെ അങ്ങനെ ആക്കിയപ്പോഴാണ് മുഖമൊക്കെ കുറച്ചുകൂടി മെലിഞ്ഞതുപോലെ തോന്നുന്നത്. സിബിടണ്ട, ഞാൻ ഇട്ട് കൊടുത്തോളാം. മണ്ടയ്ക്കത്തെ ഇട്ട് കൊടുത്താൽ ചേച്ചിടാ. ഇനി ബാ, ഒത്തിരി സ്ഥലം കാണാനുണ്ട്, ബാ. നിന്റെ കുഴപ്പമെന്താണ്? ചിരിക്കരാമ, ഞാൻ ഫോട്ടോ എടുക്കാം. രാമ ചിരിക്ക്, ഞാൻ ഫോട്ടോ എടുക്കാം. എടാ ഫോട്ടോ ഒന്നും എടുക്കണ്ടോ? പിന്നെ ഇപ്പഴാ ഷൂസ് വെക്കുന്നത്. 7 മണിയോ? ഇന്നാ ഞാൻ ഒന്നും കഴിച്ചുമില്ലല്ലോ. ആയി, ആഹാരമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ആ, അന്ധകാരമാം ഈ ലോകയാത്രയിൽ ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ, ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ. എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക, എന്നുള്ള സകലവുമേ അവൻ്റെ പരിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും ഒരാള് മുട്ട വറക്കും. അവരങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങള് മേലൊക്കെ കഴുകി, അവര് പോയി കഴിഞ്ഞ് ഞാനും മോനിക്കുട്ടനും പിന്നെ മേലൊക്കെ കഴുകി തിരി കത്തിച്ചു, പ്രാർത്ഥിച്ചു. പിന്നെ കുറച്ചു നേരം കൊണ്ട് ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. നോക്കാന്ന് പറഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഇനിയിപ്പൊ ചോറുണ്ണാം. 9:30 ആയി ഇന്ന്. ഇതാ മതി. എല്ലാരും അത് കീറും. പ്രിയങ്ങളെ, ഇന്നലെ കൊണ്ടൊന്നും മീനൊന്നും എടുത്തില്ല. രാത്രി നമ്മള് ചിക്കൻ കറി വെച്ച് തോറ്റ തുല്യം പണിമ്പതേ വന്നിരിക്കുന്നില്ലേ മീൻ. അതുകൊണ്ട് നമ്മൾ ഇന്നലെ എടുത്തില്ല. കൊച്ചുകൾക്ക് ചിക്കൻ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ചിക്കൻ നമ്മൾ കറി വെച്ച് രാത്രി അത്താഴത്തിന്. പിന്നെ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോഴും അതെടുത്ത്. ഉച്ചയ്ക്ക് മാമ ഇടുക ചോറൊക്കെ ഉണ്ട്. ചോറുണ്ടില്ലേ? ഇവരാരും ചോറിട്ടില്ല. ഇവര് മിഠായി ഒക്കെ പെറുക്കി കഴിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അവിയല്, സാമ്പാർ, മീൻ വറുത്തത്, പിന്നെ മോരുകറി, തോരൻ. അവന് അവന്റെ കൂട്ടുകാർ 2 പേരുണ്ടായിരുന്നു. അവർക്കൂടെ ഫുഡ് റെഡിയാക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ചിക്കൻ മേടിക്കണോന്ന് ചോദിച്ചാൽ പറഞ്ഞു വേണ്ട, മീൻ മതിയോ. ഇനി മാമി മീൻ മേടിച്ച് വറുത്തായിരുന്നു. ഉച്ചക്കലത്തേടോ അങ്ങനെ കഴിഞ്ഞു. എന്നാ വൈകിട്ട് വന്ന് മീൻകറി വെക്കാം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ മടിച്ചായി. ഇച്ചിരി കഴിഞ്ഞ ദിവസം നമ്മൾ ഇച്ചിരി കൊഞ്ച് മേടിച്ചായിരുന്നു. ഞാനല്ല, അമ്മ വാങ്ങിച്ചായിരുന്നു. അപ്പൊ അമ്മ അത് റോസ്റ്റ് ചെയ്തു. അത് ഇച്ചിരി ഇരിപ്പുണ്ട്. ഞാൻ വിചാരിച്ചു അതും കൂട്ടിയൊക്കെ ഇന്നും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ മോനിക്കുട്ടിന് മുട്ട മതി എന്ന് പറഞ്ഞു. മുട്ട പറഞ്ഞു. കൊച്ചോള് തിരിച്ചു പോയി. 3 മണിക്കത്തെ ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് 12 മണിയൊക്കെ ആയിരുന്നു. ഓട്ടോ ഒക്കെ പിടിച്ച് അവരങ്ങോട്ട് പോയി. അത് കഴിഞ്ഞാണ് ആങ്ങളെ വന്നത്. പിന്നെ ഞാനും അമ്മയും എല്ലാവരും അങ്ങോട്ട് പോയി. അപ്പൊ അങ്ങ് ചെന്ന് ഞാൻ വിളിച്ചപ്പം കൊച്ചോളങ്ങ് ചെന്ന്. ഓ
കഴിച്ചിട്ട് വരാം. നാളെ ട്യൂഷന് പോകണം. ഈ ട്യൂഷന് കുറേ ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ മോനിക്കുട്ടൻ നാളെ സ്കൂളിൽ പോവാണ്. സ്കൂളിൽ പോകണം, പഠിക്കണം, പരീക്ഷ എഴുതണം, കറങ്ങാൻ പോകണം. ടാറ്റാ, ഗുഡ് നൈറ്റ്. പറ ഗുഡ് നൈറ്റ്. ടാറ്റാ, ബൈ. ചോറും മോനിക്കുട്ടൻ്റെ സ്പെഷ്യൽ മുട്ട വറുത്തതും റെഡി ആയിട്ടുണ്ട്, വിളമ്പിയിട്ടുണ്ട്. കുറച്ച് അവിയൽ, കൊഞ്ചിന് അതില്ല. പിന്നെ ഈ പ്രാവശ്യത്തെ ഉണ്ടാക്കിയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം മതിയൊക്കെ. ശരി. ഇതാണ് ഇന്നത്തെ നമ്മുടെ അത്താഴം. ഇന്ന് ദൈവം തന്ന എല്ലാ സന്തോഷങ്ങൾക്കും ദൈവത്തോട് നന്ദി പറയുന്നു. വീണ്ടും നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം. എൻ്റെ ചക്രമുത്തുമണികളോടെല്ലാം സ്നേഹം, ഒരുപാട് സന്തോഷം. വീഡിയോ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ, ഓക്കെ, ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.